സംസ്ഥാനത്തെ ജയിലുകളിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ ജയിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷയൊരുക്കാനും കഴിയുന്നില്ല. സുരക്ഷയൊരുക്കേണ്ട ജീവനക്കാർ മറ്റ് ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം. 24 മണിക്കൂറും പണിയെടുപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഓരോ ജയിലുകളിലും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തടവുകാരാണ് ശിക്ഷ അനുഭവിച്ച കഴിയുന്നത്. എന്നാൽ തടവുകാർക്കനുസരിച്ചുള്ള സുരക്ഷാ ജീവനക്കാർ ജയിലുകളിലില്ല. 6 തടവുകാർക്ക് ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായി 3 ജീവനക്കാർ വേണമെന്നാണ് ജയിൽ മാനദണ്ഡം. എന്നാൽ ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെ 10,375 പുരുഷ തടവുകാരുണ്ട്. ജയിൽ ചട്ടമനുസരിച്ച ഇവരുടെ സുരക്ഷാ ചുമതലയ്ക്ക് 5,187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണം. എന്നാൽ ആകെയുള്ളത് 1,284 പേർ മാത്രം. 3 APOമാർക്ക് ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ എന്ന നിലയിൽ വേണമെന്നും നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണമെന്നാണ് കണക്ക്. എന്നാൽ നിലവിലുള്ള DPOമാരുടെ എണ്ണം 447 ആണ്. ആകെയുള്ള സുരക്ഷാ ജീവനക്കാരെയാണ് മറ്റ് ഓഫീസ് ഡ്യൂട്ടികൾക്കും ഉപയോഗിക്കുന്നത്. സുരക്ഷയൊരുക്കേണ്ട ജീവനക്കാർ ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ 2 മണിക്കൂർ തുടർച്ചയായി പണിയെടുത്താൽ 4 മണിക്കൂർ വിശ്രമം അനുവദിക്കണമെന്നാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരും 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കണം. അമിത ജോലിഭാരം നൽകി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു തരത്തിലുള്ള ജയിൽ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം.